അപ്പൊ പറന്നു പോകണമെങ്കിൽ പ്രകൃതിയിൽ നിലനിൽക്കുന്ന എയർ ലിഫ്റ്റിംഗ് എന്നുള്ള ഒരു നിയമത്തെയാണ് പറക്കുന്ന ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു വിമാനം പ്രയോജനപ്പെടുത്തുന്നത്. എയർ ലിഫ്റ്റിംഗ് ആണ്. എയർ എന്ത് ചെയ്യണം? ലിഫ്റ്റ് ചെയ്യണം. അപ്ലിഫ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം? അത് ഉദ്ദേശിക്കുന്ന ഉയരങ്ങളിലേക്ക് ഫ്ലൈറ്റിനെ കൊണ്ടുപോകണം. എന്നാലേ ഫ്ലൈറ്റിന് ഫ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ, പറക്കാൻ കഴിയുള്ളൂ. ഇതാണ് അതിന്റെ നിയമം. ബെർണോമിക് തിയറം എന്നുള്ള പേരിലൊക്കെ ഈ തിയറിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായ രൂപത്തിൽ വിശദീകരിക്കപ്പെടുന്നു. ആരാണ് ഇതിന്റെ സാധ്യതയെ കണ്ടെത്തിയിട്ടുള്ളത്? നമ്മൾ പറയും റൈറ്റ് ബ്രദേഴ്സ് ആണ്. റൈറ്റ് ബ്രദേഴ്സ് കണ്ടെത്തിയത് തിയറി ആകണമെങ്കിൽ അതിനു മുമ്പ് ആരും കണ്ടെത്താൻ പാടില്ല. അത് അല്ലെ, റൈറ്റ് ബ്രദേഴ്സ് ആണ് കണ്ടെത്തിയതെങ്കിൽ അതിനു മുമ്പ് ആരും അത് കണ്ടെത്താൻ പാടില്ല. റൈറ്റ് ബ്രദേഴ്സിന് മുമ്പ് ചരിത്രത്തിൽ ഒരാളും അതിന്റെ ഒരു സാധ്യതയെ കണ്ടെത്താനേ പാടില്ലായിരുന്നു. പക്ഷെ അതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് അബ്ബാസ് ബിൻ ഫിർനാസ് എന്ന പേരിലുള്ള മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ അതിനെ കണ്ടെത്തിയിരുന്നു എന്നുള്ള ചരിത്രത്തിൽ വളരെ വ്യക്തമായ തെളിവാണ്. ഹിസ്റ്റോറിക്കൽ സയൻസിന്റെ ഭാഗമാണ് ചരിത്രം. മുസ്ലിമീങ്ങൾ മാത്രമല്ല, മുസ്ലിമീങ്ങളായ ആളുകളാണ് ചരിത്രത്തെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നത്. ഹിസ്റ്റോറിക്കൽ സയൻസിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ടെസ്റ്റിമോണിയൽ എവിഡൻസിന്റെ ഭാഗമാണെന്ന് അർത്ഥം. ഒരല്പം ഫിലോസഫിയുടെ ഭാഷയിൽ പറഞ്ഞു എന്നുവെച്ചാൽ നമുക്ക് ഏത് മേഖലകളിലും ധൈര്യപൂർവ്വം അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗം എന്നാണ് അതുകൊണ്ട് താല്പര്യപ്പെടുന്നത്. അപ്പൊ അബ്ബാസ് ബിൻ ഫിർനാസ് ഇവിടെ അവതരിപ്പിച്ചു. അബ്ബാസ് ബിൻ ഫിർനാസ് ഇതിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ ആ ഒരു തെളിയെ പിൽക്കാലത്ത് ആധുനികവൽക്കരിച്ച 2 വ്യക്തികളാണ് റൈറ്റ് ബ്രദേഴ്സ്. കുറച്ചുകൂടി ആധുനികവൽക്കരിച്ചു. അപ്പൊ അതിന്റെ പിതാവെന്നുള്ള രൂപത്തിൽ അബ്ബാസ് ബിൻ ഫിർനാസിനെയാണ് അവതരിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷെ നമുക്ക് ചരിത്രം അറിയാത്തത് കൊണ്ടും നമുക്ക് ശാസ്ത്രം അറിയാത്തത് കൊണ്ടും തൽക്കാലം യൂറോപ്യന്മാർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എന്തു പറഞ്ഞാലും വിശ്വസിക്കും.